ഉച്ച സമയമാണ്. ഈ ഉച്ച സമയമല്ല, ഇരുട്ടി, നല്ല ഇരുട്ടൊക്കെ ആവുന്നു. ഇപ്പോൾ എത്ര 6 മണിയെങ്ങാണ്ടായി കാണും. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ് ആക്യുറസി അതിൻ്റെ എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വീഡിയോ ഇടുമെന്ന് പറഞ്ഞായിരുന്നു. ചില കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മളിത് ഇടുന്നത്. ചിലവർ പെൻസിലടിക്കുന്നതൊക്കെ കൊള്ളാം. നഖം ഒടിഞ്ഞ് കാലൊടിഞ്ഞ് ഐസ് കിടക്കലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതിലേക്ക് വരുവാണ്. നമ്മൾ കഴിവതും പെൻസിലടിക്കുന്ന ഒഴിവാക്കുക. പെൻസിലടിക്കുന്ന അത്ര നല്ലതുമല്ല, ഷൂട്ടിങ് ആക്യുറസിനെയും ബാധിക്കും. ഇപ്പോൾ നമുക്ക് നല്ല ഷൂട്ടിങ് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ബോളിൻ്റെ നേരെ കോണ്ടാക്ട് വേണം. കോണ്ടാക്ട് എന്ന് വെച്ചാൽ നമ്മൾ ബോളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടായിരിക്കണം നമ്മളെ ടച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് ആ സ്ഥലത്ത് ടച്ച് വന്ന് നമുക്ക് ഡയറക്റ്റ് ഷൂട്ട് അടിക്കണ്ടെങ്കിൽ കയറൊന്നും ഇല്ല അടിക്കണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ മതി. കാണിച്ചു തരാം. ഇങ്ങനെ അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് കെർവ് വേണമെന്ന് വെച്ചോ, യു വാണ്ട് ടു സ്പിൻ ദ ബോൾ ലൈക്ക് ദിസ്. നമ്മൾ സ്പിൻ ചെയ്യണം ബോൾ. ഇതിപ്പോൾ നമുക്കാണ് എക്സാമ്പിൾ കാണിച്ച് നല്ലോണം സ്പിൻ ചെയ്യണം. ഇപ്പോൾ എൻ്റെ വീടാണ്. ഇപ്പോൾ സ്പിൻ ചെയ്താൽ ചെടിച്ചട്ടി ഒട്ടി കാര്യം കുളമാവുമെന്ന് അറിയാം. ഞാൻ നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. വേറെ ബോളൊന്നും എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ കാണേ, ചെറുതായിട്ട് ലൈറ്റ് ഇങ്ങനെ നമ്മൾ ഇത് ഫസ്റ്റൊക്കെ ഇതിന് പാടാം. ചിലവരാണ് ഇങ്ങനെ അടിച്ചടിച്ച് പോകും. ഇതിപ്പോൾ കേട്ടിട്ട് നമ്മൾ ഫസ്റ്റാണ് ഇങ്ങനെ അടിക്കണം. ആണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പതുക്കെ പഠിക്കാൻ പറ്റും. ഞാനിങ്ങനെ പതുക്കെയൊക്കെ പഠിച്ചത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റും. വേണമെങ്കിൽ ചെറുതായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ചെറുതായിട്ടൊന്ന് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ അടിച്ച കർവ് അവിടെ ചെടിയുണ്ട്. ക്യാമറാമാൻ കുറച്ച് ഇങ്ങോട്ട് നിൽക്കണമെന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്ന പോലെ ട്രെയിൻ ചെയ്യാൻ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കളിക്കുന്നത് ഫുട്ബോൾ സെലക്ഷനൊക്കെ വന്ന് നല്ലോണം അടിക്കണേ. എനിക്ക് ഗ്രൗണ്ടാണ് ഈ അടിച്ചത്. ഇനിയും ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ മമ്മി ഗ്രൗണ്ട് ആക്കും. നമുക്ക് ഇച്ചിരി ഗ്രൗണ്ട് അടിച്ചിട്ട് മണ്ടൊക്കെ വെച്ച് നമുക്ക് ടച്ച് കൊടുക്കണം. നമുക്ക് ഇപ്പം ഫ്രീ അടിക്കുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്പിൻ ചെയ്തിട്ട് നമ്മൾ കറക്കണം. ബോൾ കറക്കി പൊക്കണം നമ്മൾ. അതിപ്പോൾ ഇവിടെ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്നാലും നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ സാധനം. ഇത് വലിയ ഗ്രൗണ്ടിലൊക്കെ ആകുമ്പോൾ പെർഫെക്റ്റ് ആവും. വലിയ പോസ്റ്റും വേണം. ഇപ്പോൾ ഇവിടെ പോസ്റ്റും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കളിക്കാൻ പോവുക, സ്കൂളിൽ പോവുക, യാണ്ടി പോവുക, അങ്ങനെ ചെയ്യണം. ഓക്കെ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടീസ് ആവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പവർന്നും കൊടുക്കണ്ട. ഫസ്റ്റ് പതുക്കെ കുറച്ച് അടിച്ചടിച്ച് പഠിക്കാം നമുക്ക്. ഉണ്ടോ? ഇപ്പോൾ ചെടി നിൽക്കുന്നതുകൊണ്ടാണ് ആകെ പ്രശ്നം. ക്യാമറമാൻ കുറച്ച് ഇങ്ങോട്ട് നിൽക്കാം. ഇങ്ങോട്ട് നിന്നാൽ കുറച്ചും കൂടെ നമുക്ക് വിഷ്വൽസ് കിട്ടും. വൺസ് അഗൈൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞത് കൺട്രോൾ കൂട്ട് ഇങ്ങനെ അടിക്കണേ. അത് എത്ര പേര് അടിച്ചെന്ന് പറഞ്ഞോളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾക്ക് ലെഫ്റ്റ് ഫുട്ട് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ആരാധകരെ പറയുന്നത് നമ്മൾ ചെയ്തേയിരിക്കും. നമ്മൾ എന്തോ ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യും. ഒരു പ്രശ്നമില്ല, പറയുക. നമ്മൾ അടുത്ത ലെഫ്റ്റ് ഫുട്ടിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് അടിച്ച് കാണിക്കാം ലെഫ്റ്റ് ഫുട്ട്. എനിക്ക് ലെഫ്റ്റ് ഫുട്ട് ഇപ്പോൾ പെർഫെക്റ്റാണ്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നിങ്ങൾക്ക് പക്ഷേ ചിലപ്പോൾ പാടായിരിക്കും. അതിനുള്ള അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് 2 കാല് 5 ഇതാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും റൈറ്റ് ഫുട്ടായിരിക്കും. ജന്മനാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഫുട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വീഡിയോ ഇടുന്നുണ്ട്.
അപ്പോഴത്തേക്ക് രാത്രി ആഷിൻ മിസ്റ്റർ ഫ്രീ സ്റ്റൈലർ സൈനിങ് ഔട്ട്.